കെ.എസ്.ആർ.ടി.സി ചാലക്കുടി ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിച്ച അയ്യപ്പചരിതത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര എന്ന യാത്രാപരിപാടിയുടെ ഭാഗമായി ഇന്ന് നാം അച്ചൻകോവിലിൽ എത്തിയിരിക്കുകയാണ്. ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും ദീർഘനേരത്തെ കാനനപാത താണ്ടിയാണ് അച്ചൻകോവിലിൽ എത്തിയിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ഏതാണ്ട് 40 യാത്രക്കാർ ചാലക്കുടിയിൽ നിന്നും, അതുപോലെ തന്നെ ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്നും ഏതാണ്ട് 40 യാത്രക്കാരും ഇന്ന് അയ്യപ്പചരിതത്തിലൂടെ തീർത്ഥാടന യാത്ര എന്ന ഈ ഏകദിന തീർത്ഥാടന യാത്രയ്ക്കായി അച്ചൻകോവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എപ്പോഴും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു പ്രശസ്ത അയ്യപ്പ ക്ഷേത്രം കൂടിയാണ് ഈ അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ ആണ്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരെയാണ് ഇവിടം കൂടുതൽ ആകർഷിച്ചു വരുന്നത്. ആരണ്യക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് സങ്കല്പം. പത്നി സമേതനായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം 1106 മകരം 12 എന്നാണ് ഐതിഹ്യം. പത്തനാപുരം ആലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ വനപാതയുണ്ട്. ഈ വനപാതയിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. മനോഹരമായ വനപാതയാണ് നാം ഈ സഞ്ചാരത്തിൽ ഉടനീളം കാണാനിടയായത്. ഇവിടേക്ക് എത്താനായി തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അയ്യപ്പൻ ഗൃഹസ്ഥ ആശ്രമിയായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ അച്ചൻകോവിൽ ക്ഷേത്രം. അയ്യപ്പൻ്റെ മൂർത്തി സ്വഭാവത്തെക്കുറിച്ച് ചരിത്രവും ഇഴകീറി പരിശോധിക്കേണ്ട സമയം കൂടിയാണിത്. അയ്യപ്പൻ പത്നി സമേതനായി കുടികൊള്ളുന്ന അച്ചൻകോവിൽ ക്ഷേത്രം വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണ്. പൂർണ്ണ, പുഷ്കല എന്ന ഭാര്യമാർക്കൊപ്പമാണ് അയ്യപ്പൻ ഇവിടെ കുടികൊള്ളുന്നതും തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതും. രഥോത്സവം നടക്കുന്ന ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് ഈ അച്ചൻകോവിൽ ക്ഷേത്രം. ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി പദ്മാസനത്തിലാണ് ശബരിമല ധർമ്മശാസ്താവ് വിരാജിക്കുന്നത്. ശബരിമലയിൽ ധ്യാനനിരതനായ ശാസ്താവ് അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായാണ് വാഴുന്നത് എന്നതാണ് ഈ കോവിലിൻ്റെ ഒരു പ്രത്യേകത. പൂർണ്ണ, പുഷ്കല എന്ന ഭാര്യമാർക്കൊപ്പം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി നിലകൊള്ളുന്നു ഇവിടെ. ധർമ്മശാസ്താവിൻ്റെ പരിവാരം മൂർത്തിയായ കറുപ്പസ്വാമിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ. കറുപ്പൻ തുള്ളൽ എന്ന ചടങ്ങും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഹിഷി നിഗ്രഹത്തിന് മണികണ്ഠനെ സഹായിക്കാൻ സൃഷ്ടിച്ച ഭൂതഗണമാണ് കറുപ്പസ്വാമി എന്നതാണ് വിശ്വാസം. ധനുമാസത്തിലാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. കൊല്ലം ജില്ലയിൽ പത്തനാപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ് വംശജരായ വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ ഏറ്റവും അധികം എത്തുന്നത്. അച്ചൻകോവിൽ ശാസ്താവ് വിഷാഹാരിയാണ് എന്നതാണ് ഇവിടുത്തെ വിശേഷം. അത്താഴ പൂജയ്ക്ക് ശേഷം ആവശ്യം വന്നാൽ നട തുറക്കുന്ന അപൂർവം ക്ഷേത്രമാണ് അച്ചൻകോവിൽ ക്ഷേത്രം.
பச்சை மயிலேறும் பன்னிருகையன் சோதரா சுவாமி பொன் ஐயப்பா சரணம் பொன் ஐயப்பா சபரிகிரி நாயகனே சரணம் ஐயப்பா அச்சங்கோவில் அரசே என் அச்சம் தீர்க்கவா பச்சை மயில் ஏறும் பன்னிரு கையன் சோதரா இச்சை கொண்டேன் உந்தன் மேல் ஈஸ்வரன் மைந்தா பச்சை வண்ணம் பரந்தாமன் மகிழும் செல்வா சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா சபரிகிரி நாயகனே சரணம் ஐயப்பா ஆரியங்காவில் வாழும் ஆண்டவனேவா பார்வதியாள் அகமகிழும் பாலகனேவா எருமேலி வீற்றிருக்கும் இறைவனே நிவா தர்ம ஞான சாஸ்தாவே தயவுடனேவா கர்ம ஞான சாஸ்தாவே தயவுடனேவா மறை தேடும் கபரிமலை மன்னனே நிவா குறை தீர்க்கும் குடத்துக்குழை பாலனே நிவா மன்னவனே மணிகண்டனே மகிழ்வுடனே வா பன்புலி மேல் காட்சி தரும் பள்ளலே நிவா பன்புலி மேல் காட்சி தரும் பள்ளலே நிவா தேவர்களும் உனைப்பணிய காந்தமலையிலே நீ ஆவலுடன் காட்சி தந்தாய் ஜோதி உருவிலே காவலனே கண்ணார கண்டோமே ஜோதிதனை நாவார உனை அழைத்தோம் சுவாமியே சுவாமி பொன் ஐயப்பா சரணம் பொன் ஐயப்பா சபரிகிரி நாயகனே சரணம் ஐயப்பா சுவாமி பொன் ஐயப்பா சரணம் பொன் ஐயப்பா சபரிகிரி நாயகனே சரணம் ஐயப்பா சுவாமி பொன் ஐயப்பா சரணம் பொன் ஐயப்பா சபரிகிரி நாயகனே சரணம் ஐயப்பா കോവിലിലെ ധർമ്മശാസ്താവ് വിഷാഹാരിയാണ് എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. പ്രതിഷ്ഠയുടെ വലത് കൈയിൽ എപ്പോഴും ചന്ദന അരച്ചു വയ്ക്കും. വിഷം താണ്ടി വരുന്നവർക്ക് കിഴക്കേ ഗോപുരനടയിലെ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം. ഏതു നേരത്തും ഈ ക്ഷേത്രത്തിൻ്റെ നട തുറക്കും. ഇതിനായി ക്ഷേത്രത്തിൽ പണ്ട് മുതലേ 2 ശാന്തിക്കാരുണ്ട്. വിഷം തീണ്ടിയവർ എത്തിയാൽ അർദ്ധരാത്രിയിലും ശാന്തിക്കാർ കുളിച്ച് നട തുറക്കും. ഒപ്പം തന്നെ വേണ്ട പൂജാകർമ്മങ്ങളും മറ്റും ചെയ്യുന്ന ഒരു പതിവും ഈ അച്ഛൻ കോവിലിലുണ്ട്. അങ്ങനെ വിശ്വാസികൾക്ക് ഏറെ വിശ്വാസമുളവാക്കുന്നതും പ്രതീക്ഷ നൽകുന്നതും ആപൽഘട്ടങ്ങളിൽ അവരെ കാക്കുന്നതുമായ ഒരു ധർമ്മസങ്കല്പമാണ് ഇവിടുത്തെ ശ്രീശാസ്താവ്. മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ഇവിടെ പത്നി സമേതനായി ആണ് അയ്യപ്പൻ വാണരുളുന്നത്. ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി ധാരാളം ഉപദേവതകളെ കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുമുണ്ട്. അയ്യപ്പൻ്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറുമണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിൽ ഉൾപ്പെടുന്നു. കറുപ്പസ്വാമി,
കറുപ്പായി അമ്മ, ചേപ്പാറമുണ്ടൻ, ചേപ്പാണിമാടൻ, കാളമാടൻ, കൊച്ചിട്ടാണൻ, ശിങ്കിലി ഭൂതത്താൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൂർത്തികളാണ് ഈ പ്രതിഷ്ഠകൾ. ചതുർമുഖ ബാഹുവായ വിഷ്ണുവിൻ്റെയും ചില ഭഗവതികളുടെയും പ്രതിഷ്ഠകളും ഇക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ ക്ഷേത്രപ്രദക്ഷിണം നടത്തി നാം നമ്മുടെ യാത്ര തുടരുകയാണ്.